പുഴുങ്ങിയ മുട്ടയും പൊട്ടറ്റോയും ഒക്കെ ഉപയോഗിച്ച് നമ്മുടെ സ്പൈസ് മിക്സും ഒക്കെ ചേർത്തുണ്ടാക്കുന്നതാണ് മസാല എഗ് സാൻഡ്വിച്ച്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ മസാല എഗ് സാൻഡ്വിച്ചിൻ്റെ റെസിപ്പി കാണാം. ഞാൻ മഹിമ സൈമൺ. വെൽക്കം ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്. അപ്പോൾ മസാല എഗ് സാൻഡ്വിച്ച് ഉണ്ടാക്കാനായിട്ട് നമ്മൾ ചെയ്യുന്നത് ആദ്യം നമുക്ക് ഫില്ലിംഗ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് ഒരു പൊട്ടേറ്റോ ആണ്, ഒരു മീഡിയം സൈസിലുള്ള പൊട്ടേറ്റോ. അത് വേവിച്ച് വെച്ചേക്കുന്നത്, പ്രഷർ കുക്ക് ചെയ്ത് വെച്ചേക്കുന്നതാണ്. അപ്പോൾ ക്വാണ്ടിറ്റി നോക്കിയാൽ ഏകദേശം ഒരു 1/2 കപ്പ് ഹീപ്ഡായിട്ടുണ്ടാവും. അപ്പോൾ ഇതിലേക്ക് 2 പുഴുങ്ങിയ മുട്ട ചേർക്കാം. ഇതിൻ്റെ കൂടെ വെച്ച് തന്നെ നന്നായിട്ടൊന്ന് മാഷ് ചെയ്യാം. മുട്ട പെർഫെക്റ്റ് ആയിട്ട് പുഴുങ്ങുന്നതിൻ്റെ വീഡിയോ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ചെക്ക് ചെയ്താൽ മതി. നന്നായിട്ട് കമ്പൈൻ ചെയ്യുക. ഇതിനു മുമ്പ് നമ്മൾ എഗ് സാൻഡ്വിച്ചിൻ്റെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, ബോയിൽഡ് എഗ് സാൻഡ്വിച്ചിൻ്റെ. അത് മയണൈസൊക്കെ ചേർത്തിട്ടുണ്ടാക്കുന്നൊരു വേർഷനായിരുന്നു. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു ഇന്ത്യൻ സ്റ്റൈലിലുള്ള ഒരു വീഡിയോ ആണ്. അത് മസാലയൊക്കെ ചേർത്തിട്ടുള്ളൊരു റെസിപ്പിയാണ്. മുട്ടയും നമ്മൾ പൊട്ടേറ്റോയും കൂടെ നന്നായിട്ട് മിക്സായി. ഇനി അതേക്ക് ഫ്ലേവറിങ്ങിന് വേണ്ടിയിട്ട് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ ഫൈൻ ചോപ്പ് ചെയ്ത ക്യാപ്സിക്കം, ഒരു മീഡിയം സൈസിലുള്ള സവോള ചോപ്പ് ചെയ്തത്, റഫായിട്ട് ചോപ്പ് ചെയ്തേക്കുന്നതാണ്, മല്ലിയില, ഇതിലേക്ക് നമ്മുടെ സ്പൈസ് മിക്സ്, സാൻഡ്വിച്ച് മിക്സ് ഇടണം. ഇതിൻ്റെ വീഡിയോ നമ്മൾ ബോംബെ സാൻഡ്വിച്ച് ചെയ്തപ്പം അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ചെക്ക് ചെയ്താൽ മതി. ഈ സ്പൈസ് മിക്സ് ഞാൻ 1 ടീസ്പൂണാണ് ചേർത്തേക്കുന്നത്. എൻ്റെ കയ്യിലിരിക്കുന്ന 1/4 ടീസ്പൂണാണ്. ഇത് നമ്മൾ ടേസ്റ്റ് ചെയ്തിട്ട് കൂടുതൽ ഫ്ലേവർ വേണമെങ്കിൽ കൂടുതൽ ഈ മസാല നമുക്ക് ചേർക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ ഒരു മസാല മിക്സിൽ നമുക്ക് ഉപ്പും പുളിയും എല്ലാം വരും. ആംചൂർ പൗഡർ, ചാട്ട് മസാല ഒക്കെ ചേരുന്നൊരു പൊടിയാണ്. നമ്മുടെ ഫില്ലിംഗ് എഗ് പൊട്ടേറ്റോ മിക്സ്ചർ റെഡിയാണ്. ഇതൊന്ന് മാറ്റി വെക്കാം. നമ്മൾ ബ്രെഡ് ഞാനിപ്പോൾ ഒരു 6 സ്ലൈസാണ്. അപ്പോൾ ഒരു സാൻഡ്വിച്ച് നമുക്ക് 3 സ്ലൈസാണ് വേണ്ടത്. അങ്ങനെ 2 സാൻഡ്വിച്ച് ആയിരിക്കും ഇപ്പോൾ കാണിക്കുന്നത്. ഫില്ലിംഗ് കുറച്ചും കൂടുതലുണ്ടാവും. ഇതേപോലെ ബട്ടർ അപ്ലൈ ചെയ്യുക. നമ്മൾ ഉണ്ടാക്കിയേക്കുന്ന ഈ മിക്സ്ചർ ഒന്നെങ്കിൽ ഇതേപോലെ തന്നെ സ്കൂപ്പ് ചെയ്ത് ഇടാം, അല്ലെങ്കിൽ ഒരു പാറ്റി പോലെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മേലെ വെക്കാം. ഞാൻ പാറ്റി പോലെ ചെയ്യുകയാണ്. ഈ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞത് 4 സാൻഡ്വിച്ചിനുള്ള ഉണ്ടാവും. ഒരു 4 പാറ്റിയായിട്ട് എടുക്കാം. അടുത്ത ബ്രെഡ് സ്ലൈസ് ഇതേപോലെ വെക്കാം. വെച്ചിട്ട് അതിൻ്റെ മേലെ ടൊമാറ്റോ, ഇതിൻ്റെ പുറത്ത് കുറച്ച് സ്പൈസ് മിക്സ് നമുക്ക് കുറച്ച് സ്പ്രിങ്കിൾ ചെയ്യാം. ഇതിൻ്റെ പുറത്ത് ഓരോ ചീസ് സ്ലൈസ് വെക്കാം. ഞാൻ അടുത്ത ലെയർ വെച്ച് കവർ ചെയ്യാം. അപ്പോൾ ഏറ്റവും ടോപ്പിൽ വെക്കുന്ന ബ്രെഡിൽ നന്നായിട്ട് ബട്ടർ തേക്കുക. നമ്മൾ ടോസ്റ്റ് ചെയ്തെടുക്കുന്നതുകൊണ്ട് നല്ല ക്രിസ്പ് ആവാനായിട്ടാണ്. ചൂടായ ഗ്രില്ലിൽ വെച്ചിട്ട് ഗ്രില്ല് ചെയ്തെടുക്കാം. ഏറ്റവും അടിയിലത്തെ ലെയറിൽ ഞാൻ ബട്ടർ അപ്ലൈ ചെയ്തിട്ടുണ്ട്. രണ്ട് സൈഡും ഈ ഒരു കളറായി കഴിയുമ്പോൾ നമുക്ക് എടുക്കാം. അപ്പോൾ നമുക്ക് ഡയഗണലായിട്ടോ ഇങ്ങനെയോ കട്ട് ചെയ്യാം, സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്യാം.
ഇതേപോലെ കിട്ടും. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കിയേക്കുന്ന മസാല എഗ് സാൻഡ്വിച്ചിൽ നമുക്ക് 2 എണ്ണം നമ്മൾ ഉണ്ടാക്കി, 2 സാൻഡ്വിച്ച്, 4 സാൻഡ്വിച്ചിനുള്ള ക്വാണ്ടിറ്റിയാണ് നമ്മൾ ഉണ്ടാക്കിയേക്കുന്ന മസാല. അപ്പോൾ ഈ ഒരു സാൻഡ്വിച്ച് നമുക്ക് പിള്ളേർക്ക് സ്കൂളിൽ കൊടുത്തു വിടാൻ നല്ലൊരു ഓപ്ഷനാണ്. ഡ്രൈ ആയിട്ടിരിക്കുന്നതുകൊണ്ട് കഴിക്കാൻ ഈസി ആയിരിക്കും, നല്ല ഫില്ലിങ്ങുമാണ്, അതുപോലെ ഓഫീസിലൊക്കെ കൊണ്ടുപോകാനായിട്ട് നല്ല ഓപ്ഷനാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോയ്ക്കായിട്ട് സ്റ്റേ ട്യൂൺ ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്.